ഹലോ എവരിവൺ, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കാണ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ്? നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏതൊരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്കൊരു കോമൺ ആയിട്ടുള്ളൊരു ഗോൾ ഉണ്ടാവും, അതായത് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഒരു കറക്റ്റ് ഓർഡറിൽ നമ്മൾ സെറ്റ് ചെയ്യുക, പ്ലേസ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിനെയൊക്കെ അതാത് സമയത്ത് കളക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ട്. ഇത് ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അപ്പോൾ മാനേജ്മെൻറ്റ് ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാൻ കാര്യം, ഇപ്പോൾ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ നമുക്ക് പറയാവുന്നത് എന്തൊക്കെയാണ്? പ്ലാനിങ്, അതായത് നമുക്കിപ്പോൾ നമ്മുടെ ഗോൾ എന്താണോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണോ ആ ഒബ്ജക്റ്റീവിനെ ആ ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരാനുള്ള ഏതൊക്കെ ടാസ്കുകളാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതികളാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം ഈ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സാണ്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? പ്ലാൻ ചെയ്യുക, പ്ലാനിങ് ആണ്. അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്താണ് പ്രോപ്പറായിട്ട് അതിനൊരു സീക്വൻസ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്റ്റാഫിങ്, അതായത് നമ്മൾ ഈ ഓർഗനൈസ് ചെയ്ത കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ടുള്ള സ്കിൽഡ് ലേബേഴ്സ് അല്ലെങ്കിൽ വർക്ക്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്രൂട്ടിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ ലേബറിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുക, അതായത് അവരെ ഡയറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ മോണിറ്ററിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം കൂടി ചേർന്ന് അല്ലെങ്കിൽ ഇതിനെല്ലാം ചേർത്ത ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റിന് പല ആൾക്കാർ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഡെഫിനിഷൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഹരോൾഡ് കൂൺസ് എന്ന് പറയുന്ന ആളിൻ്റെ ഡെഫിനിഷൻ എന്താണ്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് ദ പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്. പിന്നെ ഡാൾട്ടൺ മക്ഫർലാൻഡ്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് കൺസെപ്ച്വലാണ്, തിയറിറ്റിക്കലാണ്, അനലിറ്റിക്കൽ പർപ്പസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന സാധനമാണ് ഇത്, അല്ലെങ്കിൽ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, ആ പ്രോസസ്സുകളെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണല്ലോ. അടുത്തത് പ്രൊഫസർ മൂറിൻ്റെ ഡെഫിനിഷൻ എന്താണ്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള പല ഡെഫിനിഷൻസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് ഈസ് എൻ ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്സ് എന്ന് നമ്മൾ ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പല വേരിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡെഫിനിഷൻസ് ആണിത്. അപ്പോൾ ഇത് എക്സാമിന് അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സാധാരണ ചോദിക്കാറുള്ളതാണ്. ഓരോ ആൾക്കാരുടെയും ഡെഫിനിഷൻസ്, അതായത് മാനേജ്മെൻറ്റിനെ ഓരോ രീതിയിലും ഡിഫൈൻ ചെയ്ത് ആരൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഇനി മാനേജ്മെൻറ്റിൽ ഉള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്? നമുക്കറിയാം, മെയിനായിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് 3 M's ആണ്. 3 M's എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മെൻ, മെറ്റീരിയൽ, മെഷീൻ. ഈ 3 എണ്ണമാണ് 3 M's എന്ന് പറയുന്നത്. ഇത് കൂടാതെ എന്തൊക്കെയുണ്ട്? മെറ്റീരിയൽ, അതായത് മെൻ, മെറ്റീരിയൽ, മെഷീൻ, അതുപോലെ തന്നെ മണി, ദെൻ മെത്തേഡ്സ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇത്രയും കാര്യങ്ങളെ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ റിസോഴ്സസിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഈ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നമുക്ക് എന്താണെന്ന് പറയാം? മാനേജ്മെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ പല ഡെഫിനിഷൻസ് ആണ്, പല ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അത് ഓരോ ഡിഫൈൻ ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് റിസൾട്ട്സ് ത്രൂ ദ എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. ഇതാരാണ് പറഞ്ഞത്? ലോറൻസ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഡെഫിനിഷൻസും മാനേജ്മെൻറ്റിനുണ്ട്. Then management is the art of getting things done through and with the people formally organized groups. Management is a process of
പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ്, കൺട്രോളിങ്. നമ്മൾ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റികളും കൂടി ചേർത്ത ഒരു ഇൻ്റഗ്രേറ്റിംഗ് പ്രോസസ്സാണ്. ദെൻ മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് മാനേജേഴ്സ് ക്രിയേറ്റ്, ഡയറക്റ്റ്, മെയിൻറ്റെയിൻ ആൻഡ് ഓപ്പറേറ്റ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പല പല എന്താണ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൂ. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത് എല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാനേജ്മെന്റ് ഈസ് ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് റിസൾട്ട്സ് ത്രൂ ദ എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. ഇത് ആരുടെ ഡെഫിനിഷൻ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ ഇപ്പം പറഞ്ഞപ്പോൾ ആദ്യം വന്നിരിക്കുന്ന ആ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അക്കംപ്ലിഷ്മെന്റ് ഓഫ് റിസൾട്ട്സ് എന്നുള്ള ത്രൂ ദ എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. അപ്പോൾ ഇതാരാണ് പറഞ്ഞത്? ലോറൻസ് എന്ന് പറഞ്ഞ ആളിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ബാക്കിയുള്ള ഓപ്ഷൻസിൽ ബാക്കിയുള്ള ഓപ്ഷനിലുള്ള എല്ലാവരും മാനേജ്മെന്റിന് അതായത് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ ഡെഫിനിഷൻ ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ദെൻ മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ്, കൺട്രോളിംഗ് ടു ഡിറ്റർമിൻ ആൻഡ് അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ് ബൈ ദ യൂസ് ഓഫ് പീപ്പിൾ ആൻഡ് റിസോഴ്സസ്. ഈ ഡെഫിനിഷൻ കൊടുത്ത ആരാണ്? ടെറി എന്ന് പറയുന്ന ആളാണ്, ടെറി. ഇനി മാനേജ്മെന്റ് മീൻസ് ഡിസിഷൻ മേക്കിംഗ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഡെഫിനിഷൻ ആരുടേതാണ്? പ്രൊഫസർ മൂറിൻ്റെതാണ് ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അടുത്തത് മാനേജ്മെന്റിന്റെ നേച്ചർ എന്താണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്തിനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അപ്പം നമ്മുടെ ഗോൾ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് മാനേജ്മെന്റ്. ഏത് രീതിയിൽ അത് നമ്മൾ ഇതിനെ ഓർഗനൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം, ഇതെല്ലാം ബേസ്ഡ് ഓൺ എന്തായിരിക്കും? നമ്മുടെ ഗോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിരിക്കും. ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ സർവീസ്, അതെന്തും ആയിക്കോട്ടെ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് ഹ്യൂമൻ, ഫിസിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇറ്റ്സ് ആൻ ഇന്റഗ്രേറ്റിംഗ് പ്രോസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് മാനേജ്മെന്റ്. ദെൻ മാനേജ്മെന്റ് ഈസ് കണ്ടിന്യൂസ് ആണ്. എന്താണ് ഇത്? ഒരു ഇനിഷ്യൽ സ്റ്റേറ്റിൽ മാത്രം തീരുന്നതല്ല. മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് കണ്ടിന്യൂവൽ പ്രോസസ്സാണ്. അതായത് ടിൽ ദ എൻഡ് വരെ ഉള്ള ഒരു പ്രോസസ്സാണ്. അതായത് പ്രൊഡക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് മുതൽ അത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തുന്നത് വരെ, ഫോർ എക്സാമ്പിൾ. അപ്പോൾ അതുവരെയും എന്താണ്? അതൊരു മാനേജ്മെൻ്റ് ആണ്. ഇനി അതിന് ശേഷവും എന്താണ്? ഈ ഒരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സ്ഥലത്തും, അതായത് ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ മാത്രം ഒതുങ്ങിത്തീരുന്ന ഒരു കാര്യമല്ല. വർക്ക്മെന്റിനായാലും സൂപ്പർവൈസറിനായാലും അത് ഓൾ ഓവർ ദ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓൾ ഓവർ ദ ഫേം ഈ ഒരു മാനേജ്മെന്റ് ആക്ടിവിറ്റി ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. അതാണ് മാനേജ്മെന്റ് പെർവസീവ് ആണെന്ന് പറയുന്നത്. ഇനി മാനേജ്മെന്റ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അത് നമുക്കറിയാം. ഓൾറെഡി ഒരു ടോപ്പ് മാനേജ്മെന്റ് വിചാരിച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഫേം അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടെ ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരുന്നത് വർക്ക്മെന്റിന്റെ കൂടി എഫേർട്ട് കൊണ്ടാണ്, അല്ലെ വർക്ക്മെന്റിന്റെ എഫേർട്ട് കൊണ്ടാണ് ആ ഒരു ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. പിന്നെ പ്രിൻസിപ്പിൾസ് ആർ ഡൈനാമിക് ഇൻ നേച്ചർ, പ്രിൻസിപ്പിൾസ് ആർ റിലേറ്റീവ് നോട്ട് അബ്സല്യൂട്ട്. അപ്പോൾ ഇതിൽ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് ആണെന്ന് പറയാൻ കാര്യം, ഇത് ഒരാൾ വിചാരിച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് റിലേറ്റീവ്. അതായത് നമുക്ക് മറ്റൊരാളിൻ്റെ എഫിഷ്യൻസി കൂടി നമ്മളിവിടെ എന്ത് ചെയ്യും? എക്സാമിൻ ചെയ്യും, അല്ലെങ്കിൽ അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിൽ. പിന്നെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, അതുപോലെ തന്നെ സയൻസ് ഒരു പ്രൊഫഷനാണ്. മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിങ്ങുമാണ്. ഇനി ഇതിനെ ഒരു പ്രോസസ്സായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഇൻ്റഗ്രേറ്റിംഗ് പ്രോസസ്സാണ്, അതുപോലെ തന്നെ ഒരു സോഷ്യൽ പ്രോസസ്സാണ്. സോഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരൊക്കെ ഉണ്ടാവണം? മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇറ്റ്സ് എ സോഷ്യൽ പ്രോസസ്സ്. ദെൻ മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ മാനേജ്മെൻറ്റ് ആസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു എ സീരീസ് ഓഫ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആണെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഇത് ഇൻ്റർ റിലേറ്റഡ് ആണ്. ഇൻ്റർ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ റിലേറ്റഡ് ആണ് ഈ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി അല്ലെ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു എയിം നമ്മൾ
എയിം നമ്മൾ എന്താണ് ചെയ്തെടുക്കുക എന്നുള്ളത് അതിൽ ഓരോ ആൾക്കാരുടെയും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും എയിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, ഇൻ്റർ റിലേറ്റഡ് ഫങ്ഷൻസ് ആണ്. മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു എ സീരീസ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഫങ്ഷൻസ് ആണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓപ്ഷൻസിൽ വേറെന്തൊക്കെയാണ്, റിലേറ്റഡ് ഫങ്ഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷൻസ്, എന്തായാലും ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷൻസ് അല്ല, കാരണം ഇൻഡിപെൻഡൻ്റ് അല്ല മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, റിലേറ്റഡ് ആണ്. ഇൻ്റർ റിലേറ്റഡ് എന്ന് പറയാൻ കാര്യം ഇത് കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ആ ഒരു ഇറ്റ്സ് ഒരു ലൂപ്പ് പോലെ, അതായത് ഇതിനകത്ത് നമ്മൾ എന്തായിരിക്കും, എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരും എന്താണ്, ഇവർ തമ്മിൽ അവരുടെ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആണ്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, മാനേജ്മെൻറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് പ്ലാനിങ് ഓർഗനൈസിങ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഡെഫിനിഷനകത്തുള്ള ഒരു ടേമാണ്. അതായത് ഈ പ്ലാനിങ് ഓർഗനൈസിങ് എന്നൊക്കെ പറഞ്ഞത് ഇത് ആരുടെ ഡെഫിനിഷനാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടെറി എന്ന് പറഞ്ഞ ആളിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം എന്താണ്, ഈ മാനേജ്മെൻറ്റിന് അതായതിട്ടുള്ള ഡെഫിനിഷൻസ് കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അതിൽ ജോർജ് ടെറിയുടെ ഡെഫിനിഷനാണ് ഈ മുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ മാനേജ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ള 2 വ്യക്തികളെ പറ്റിയാണ്. അതിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, 2 പേരാണ് മെയിനായിട്ടുള്ളത്. FW ടൈലർ, അപ്പോൾ ടൈലർ എന്ന് പറഞ്ഞ ആളിൻ്റെയും അല്ലെ ടൈലർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെയും, അതുപോലെ തന്നെ ഹെൻറി ഫയോൾ. അപ്പോൾ ഇങ്ങനെ 2 വ്യക്തികളാണ് മാനേജ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ളത്. മാനേജ്മെൻറ്റിന് പല ആൾക്കാർ പല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്, ടൈലറിൻ്റെ കോൺട്രിബ്യൂഷൻസ്, അതുപോലെ തന്നെ ഹെൻറി ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ഇവർ 2 പേരും മാനേജ്മെൻറ്റിനെ അപ്രോച്ച് ചെയ്ത രീതി 2 രീതികളിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് FW ടൈലറിൻ്റെ അപ്രോച്ച് അല്ലെ FW ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ FW ടൈലർ ഈ ഒരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയെ അപ്രോച്ച് ചെയ്തത് സൂപ്പർവൈസറി ആൻഡ് വർക്ക്മാൻ ലെവലിലാണ്. അതായത് മിഡിൽ ആൻഡ് ബോട്ടം ലെവൽ മാനേജ്മെൻറ്റിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ ഒരു മാനേജ്മെൻറ്റിനെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ആ ഒരു ലെവലിൽ ഏത് രീതിയിൽ നമ്മൾ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾസിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസിൽ 6 പ്രിൻസിപ്പിൾസാണ് മെയിനായിട്ടും ഉള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് നമുക്ക് പറയാനുള്ളത് എന്താണ്, FW ടൈലർ അതായത് ഫ്രെഡറിക് വിൻസ്ലോ ടൈലറിനെ എന്ത് രീതിയിലാണ് അല്ലെ ഏതായിട്ടാണ് അറിയപ്പെടുന്നത്, ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് മെത്തേഡ്സ് വഴി മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയാണ് ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സയൻറ്റിഫിക് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റിൻ്റെ എയിം അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ അറിയപ്പെടുന്നത്, ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസ് പറയുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. അദ്ദേഹം ഏത് ലെവലിലാണ് മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അല്ലെ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്, സൂപ്പർവൈസറി ആൻഡ് വർക്ക്മാൻ ലെവലിലാണ്. അതായത് മിഡിൽ ആൻഡ് ബോട്ടം ലെവൽ മാനേജ്മെൻറ്റിലാണ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ 6 പ്രിൻസിപ്പിൾസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയാണ്. ടൈം ആൻഡ് മോഷൻ സ്റ്റഡി അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനാണ് എന്തെന്ന് പറയുന്നത്, ടൈം സ്റ്റഡി മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ വൈഡായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ടൈം സ്റ്റഡി മോഷൻ സ്റ്റഡി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഡിഫറെൻറ്റ് സയൻറ്റിഫിക് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടൈം സ്റ്റഡി ആൻഡ് മോഷൻ സ്റ്റഡി എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ടൈം സ്റ്റഡിയും മോഷൻ സ്റ്റഡിയും ചെയ്യുന്നത്? മോഷൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ഷൻസ് നമ്മൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടാസ്കിനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ്, നമുക്കത് വളരെ ഈസി ആയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ ഓരോ സിമ്പിൾ ടാസ്കിനെയും നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ്ലി ഒബ്സർവ് ചെയ്യും. ഒന്നുകിൽ ഒരു സർവൈലൻസ് ക്യാമറ അല്ലെങ്കിൽ അതുപോലെ ഉള്ള ഒരു സർവൈലിംഗ് എക്യുപ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ്ലി ഈ ഹ്യൂമൻ ആക്ഷൻസ് നമ്മൾ ഒബ്സർവ് ചെയ്യും.
അപ്പോൾ ഇതിൽ ചിലപ്പോൾ അൺവാണ്ടഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവാം, അൺവാണ്ടഡ് ആക്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഒമിറ്റ് ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് മോഷൻ സ്റ്റഡി നമുക്ക് അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും ആ ഒരു ടാസ്കിനെ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്, എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ്. അപ്പോൾ അത് ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് ഈ മോഷൻ സ്റ്റഡി വളരെ ഉപകാരപ്രദമാണ്. ഓക്കെ, ഇനി ടൈം സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. എന്തിനാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്യുന്നത്? നമുക്ക് എഫിഷ്യൻസി ഓഫ് എ വർക്കർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി ആ ആളിൻ്റെ വേജസ് അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് ഒക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ മാത്രമല്ല, ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് എ ടാസ്ക് എത്ര ടൈമാണ് എന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനാണ്. അടുത്ത കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റമാണ്. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അപ്പോൾ ഇതൊരു വേജ് പ്ലാനാണ്, അല്ലെങ്കിൽ വേജ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടൈം സ്റ്റഡി മോഷൻ സ്റ്റഡി വഴി നമ്മൾ ആ പ്രോസസ്സിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് അൺവാണ്ടഡ് ആക്ഷൻസ്, അൺവാണ്ടഡ് മൂവ്മെൻറ്റ്സ് എല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ആക്കി. അതുപോലെ തന്നെ ടൈം സ്റ്റഡിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ടൈമും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇനി ഈ സ്റ്റാൻഡേർഡ് ടൈമിൽ ചെയ്ത് തീർക്കുന്നവർക്ക് എന്താണ്, അവരെ 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വർക്കർ എന്ന് നമുക്ക് പറയാം. ശരിയാണല്ലോ. അതുപോലെ തന്നെ അതിന് മുമ്പ് ചെയ്ത് തീർക്കുന്നവർക്ക് എന്ത് ചെയ്യാം, അവർക്കൊരു മോട്ടിവേഷൻ എന്ന പോലെ അല്ലെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കാം, ഒരു ബോണസ് അല്ലെങ്കിൽ ഒരു ഇൻസെൻറ്റീവ് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് എന്താണ്, ഈ അല്പം ലേസി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ലോയിൽ ചെയ്ത് തീർക്കുന്നവർക്ക് കൂടി എന്താണ്, വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കണം എന്നുള്ള ആ ഒരു ചിന്ത അവരിലേക്കും വരും. അപ്പോൾ അത് ആ ഒരു രീതിയിൽ വേജ് പ്ലാൻ സെറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത്, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തത് ടെയ്ലറാണ്. അപ്പോൾ ടെയ്ലറിൻ്റെ ഒരു വേജ് പ്ലാനാണ് ഏത്, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് വേജ് കൊടുക്കും. സ്റ്റാൻഡേർഡ് വേജ് കൊടുക്കുന്നതെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് മീൻസ് ഒരു ഫിക്സഡ് വേജ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്തിട്ട് ആ ഒരു വേജ് എല്ലാവർക്കും കൊടുക്കും. പക്ഷേ അഡീഷണലായിട്ട്, അതായത് ബിഫോർ ദ ടൈം ചെയ്ത് തീർക്കുന്നവർക്ക് ബോണസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സൂപ്പർവിഷനാണ്. സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പ്ലാൻ ചെയ്തു, അവരെ ഓർഗനൈസ് ചെയ്തു, പക്ഷേ ഇതിന് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തില്ല എന്നുള്ളെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് ചിലപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു എയിം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആ ഒരു ഗോൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിനെ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, സൂപ്പർവൈസറി ലെവലിൽ ഒരാളുണ്ടായിരിക്കണം. അപ്പോൾ അയാൾക്ക് ടെക്നിക്കൽ നോളജ് മാത്രം പോരാ, അയാൾക്കൊരു എന്തുണ്ടായിരിക്കണം, ടെക്നിക്കൽ നോളജ് കൂടാതെ അയാൾക്ക് കൺസെപ്ച്വലായിട്ടുള്ള ഒരു സ്കില്ല് കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർവിഷൻ ഇതിലുണ്ടെങ്കിൽ മാത്രമേ മാനേജ്മെൻറ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. അടുത്ത എന്താണ്, സയൻറ്റിഫിക് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം. നമ്മൾ റൈറ്റ് ടൈം അല്ല, ശരിക്കും റൈറ്റ് പ്ലേസ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ റൈറ്റ് പേഴ്സണെ, അതായത് ആ ഒരു സ്കിൽഡ് ലേബർ, അയാളെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് റിക്രൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓൾറെഡി സ്കിൽഡ് ആയിട്ടുള്ളൊരു ലേബറാണ്, അയാളുടെ സ്കിൽ ഡെവലപ്പിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുക. ഇനി സ്കില്ല് കുറഞ്ഞിട്ടുള്ള ആൾക്കാരെ അതിലേക്ക് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിലുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇതും ഇതിൽ വരുന്ന ഒരു പ്രിൻസിപ്പിളാണ്. അടുത്തത് ഇക്കോണമിയാണ്. ഇക്കോണമി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. കോസ്റ്റ്, ഇപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് അല്ല, മാനേജ്മെൻറ്റ് എയിം അച്ചീവ് ചെയ്യാൻ നമുക്ക് കൂടുതൽ കോസ്റ്റ് ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഫക്റ്റീവ് വേ ഓഫ് മാനേജ്മെൻറ്റ് അല്ല ശരിക്കും. അപ്പോൾ നമ്മൾ കോസ്റ്റ് റിഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇക്കോണമി ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ. ദെൻ ഫ്രണ്ട്ലി കോപ്പറേഷൻ ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ്. നമ്മൾ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിൽ തന്നെ ഒരു എന്താണ്, ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും മാനേജ്മെൻറ്റിന്, ഇപ്പോൾ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ അവർക്കൊരു ഒരു അതോറിറ്റി ഉണ്ട്. ആ ഒരു അതോറിറ്റി വെച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ 100% ഒരു എന്താണ്,
വില്ലിങ്നെസ്സോടുകൂടി തന്നെ അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലും എന്തുണ്ടായിരിക്കണം, അതായത് മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിലും എന്തുണ്ടായിരിക്കണം, നല്ലൊരു റിലേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോർഡിനേഷൻ കൂടിയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് FW ടൈലറിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അദ്ദേഹം 6 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. അടുത്തതായിട്ട് ഹെൻറി ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അല്ലെ അദ്ദേഹം എന്തൊക്കെയാണ് നമുക്ക് മാനേജ്മെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നാണ് നോക്കുന്നത്. ഹെൻറി ഫയോളിനെ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഫാദർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ടൈലർ എസ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെയാണ്? സൂപ്പർവൈസറി ലെവലിലും ബോട്ടം ലെവൽ മാനേജ്മെൻറ്റിലുമാണ് അദ്ദേഹം ഈ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് അല്ലെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ഹെൻറി ഫയോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ, അതായത് ടോപ്പ് മാനേജ്മെൻറ്റിലാണ് ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. 14 പ്രിൻസിപ്പിൾസ് ആണ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാം. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? ഹെൻറി ഫയോൾ ആണ്. അദ്ദേഹത്തിനെ തന്നെയാണ് ഫാദർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം അദ്ദേഹത്തിൻ്റെ 14 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ. നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടാസ്ക് ആയിരിക്കും. ആ ടാസ്ക് അതിനെ നമ്മൾ സിമ്പിൾ ടാസ്കുകളായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്തു. അങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് അതിനെ പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റായുള്ള രീതിയിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് ലേബറിന് കൊടുക്കുക. അതായത് ആ ആളിന് ഒരിക്കലും അതൊരു ഓവർലോഡ് ആവാത്ത രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും എന്ന് പറയുന്നത് ശരിക്കും ബാലൻസ്ഡ് ആയിരിക്കണം. ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതോറിറ്റി? ഇപ്പോൾ നമുക്കൊരു ഓർഡർ കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ്, അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റ് ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഓർഡർ അല്ലെങ്കിൽ ആ ഒരു കമാൻഡ് ഇടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താണ് ഒരു അതോറിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആണ്. ഒരു ഓതറൈസ്ഡ് പേഴ്സൺ പറയുമ്പോൾ നമുക്കത് ചെയ്തേ മതിയാവും. ശരിയാണല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓരോരുത്തരുടെയും ആ ഒരു എബിലിറ്റിയാണ്, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള അവരുടെ ഒരു ബാധ്യത എന്ന് വേണമെങ്കിൽ പറയാം. ബാധ്യത അല്ല, ശരിക്കും എന്താണ്, അതൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കുന്ന കമാൻഡുകളാണ്. അപ്പോൾ അതിനെ അനുസരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ വർക്ക്മെൻ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഈ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ബാലൻസ്ഡ് ആയാൽ മാത്രമേ എഫക്റ്റീവായിട്ട് നമുക്ക് മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. മൂന്നാമത്തേത് എന്താണ്? ഡിസിപ്ലിനാണ്. അപ്പോൾ ഒരു വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഫേം, എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും ബിഹേവിയർ ഒരു ഫാക്ടറാണ്. ഡിസിപ്ലിനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ത്? ബിഹേവിയർ. അതുപോലെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഡിസിപ്ലിൻഡ് ആണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ മാനേജ്മെൻറ്റ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഒരു നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെൻറ്റ് നമുക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡിസിപ്ലിൻ്റെ ഭാഗമാണ് അവിടെ സെർട്ടൺ റൂൾസ് നമ്മൾ പറയുക. അതുപോലെ തന്നെ ടൈം, അതായത് വർക്കിംഗ് ടൈം, ഷിഫ്റ്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന എന്താണ്? ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഓരോ ഷിഫ്റ്റിലുമുള്ള എംപ്ലോയീസ് അതാത് ടൈമിൽ തന്നെ വരിക. അപ്പോൾ അങ്ങനെയുള്ള അതെല്ലാം എന്താണ്? അങ്ങനെ ഒരു ആക്ടിവിറ്റി മാത്രമല്ല, ഇതുപോലെ പല പല ആക്ടിവിറ്റീസ് ചേരുന്നതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ടേം. ശരിയല്ലേ? അപ്പോൾ അവിടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് എല്ലാം വരും. അപ്പോൾ അതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് യൂണിറ്റി ഓഫ് കമാൻഡാണ്. ഇപ്പോൾ ഒരു വർക്ക്മെനെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ ഒരു വർക്ക്മെന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വർക്ക്മെന് കൺഫ്യൂസിങ് ആവും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു ഫോർമാൻ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? വർക്ക്മെനെ വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാവുള്ളൂ. അപ്പോൾ അയാൾക്ക് തിരിച്ചെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോലും ആ ഒരാളിൻ്റെ അടുത്ത് മാത്രം അയാൾ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞതുപോലെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് അയാളുടെ അടുത്ത് മാത്രം പോയാൽ മതിയാവും. അപ്പോൾ ഈ
യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ, അങ്ങനെ ഡൈവേഴ്സിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ നമുക്ക് എഫക്റ്റീവായിട്ട് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്തത് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ ആണ്. യൂണിറ്റ് ഓഫ് ഡയറക്ഷനും ഈ പറഞ്ഞ യൂണിറ്റ് ഓഫ് കമാൻഡ് പോലെ തന്നെ പറയുന്ന ഒരു ടേമാണ്. എന്ത്, നമുക്ക് എംപ്ലോയി അല്ലെങ്കിൽ വർക്ക്മെൻ നമുക്ക് ഒരു ഒപ്പീനിയൻ പറയണം, അല്ലെങ്കിൽ അയാൾക്കൊരു കംപ്ലൈൻറ്റ് പറയണം. അപ്പോൾ ഇതിനെല്ലാം അയാൾ അറിഞ്ഞിരിക്കണം തൊട്ട് മുകളിൽ ആരാണ്, അല്ലെങ്കിൽ അയാളെ ആരാണ് ഗൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ വർക്ക്മെന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടത് ആരാണ്. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം അവെയർ ആകണമെന്നുണ്ടെങ്കിൽ അവിടെ കമാൻഡ് ഒരു യൂണിഡയറക്ഷനിലായിരിക്കണം. യൂണിഡയറക്ഷൻ പല ഡയറക്ഷൻസിൽ നിന്നല്ലേ പല സെക്ഷൻസിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വർക്ക്മെന് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഇത് ടൈലറും പറഞ്ഞത് തന്നെയാണ്. എന്താണ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. എന്താണ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, അതായത് പേഴ്സണൽ ഗോൾ തന്നെ ആയിരിക്കണം. അതായത് ഒരാളിൻ്റെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഗോൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം, കമ്പനിയുടെ ഉയർച്ച എന്നുള്ളതായിരിക്കണം. അപ്പോൾ കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഫേമിന് ഒരു ഗോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഗോൾ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് തന്നെ ആയിരിക്കണം ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഗോൾ. അപ്പോൾ അത് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്, കമ്പനി ലാഭത്തിലായാലും അല്ലെങ്കിൽ കമ്പനിക്ക് നല്ലൊരു അച്ചീവ്മെൻറ്റ്സ് വരുന്ന സമയത്ത് നമ്മളുടെ ഓരോ ഇൻഡിവിജ്വലിനും അതിനുള്ള ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. അപ്പോൾ അതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്തത് റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ പല രീതിയിലുള്ള വേജ് സിസ്റ്റംസ് നമുക്ക് ഇൻഡസ്ട്രീസിൽ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഒരു കാരണവശാലും ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കറിന് ഒരിക്കലും ഫീൽ ചെയ്യരുത് കറക്റ്റ്ലി അയാൾ പെയ്ഡ് അല്ല എന്ന് ഒരിക്കലും അയാൾക്ക് ഫീൽ ചെയ്യരുത്. കാരണം എന്താണ്, ഇപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വർക്കറിനും കുറച്ച് ലേസി ആയിട്ടുള്ള ഒരാൾക്കും ഒരേ രീതിയിലാണ് ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ വേജസ് അല്ലെങ്കിൽ ബോണസ് ഒക്കെ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കർ അയാൾക്ക് ഡീമോട്ടിവേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതെ കറക്റ്റായിട്ടുള്ള റെമ്യൂണറേഷൻസ്, അതായത് അവരുടെ എഫിഷ്യൻസി ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള റെമ്യൂണറേഷൻ കറക്റ്റായിട്ട് അവർക്ക് കൊടുത്തിരിക്കണം. അങ്ങനെ ആണെങ്കിൽ തന്നെ അവർക്ക് പിന്നെയും വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഇതവർക്ക് വരും. പിന്നെയും വർക്ക് ചെയ്യണമെന്നുള്ള ആ ഒരു തോന്നൽ അവർക്ക് വരികയും എഫക്റ്റീവായിട്ട് പിന്നെയും അവർ വർക്ക് ചെയ്യുക. അതുപോലെ ലേസി ആയിട്ടുള്ള ആൾക്കാർ അവർക്കൊരു ശരിക്കും പറഞ്ഞാൽ അതാണ് ഒരു മാതൃകയാണ്. ഇപ്പോൾ ഈ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളിന് അതിനനുസരിച്ചിട്ടുള്ള ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലേസി ആയിട്ടുള്ള ആളും അതിനുവേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പോൾ പ്രോപ്പറായിട്ടുള്ള റെമ്യൂണറേഷൻ, അതുപോലെ പ്രൊമോഷൻസ്, അതെല്ലാം ഇതിൻ്റെ ഒരു പാർട്ടാണ്. ദെൻ സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാന്റ് ലേഔട്ട് അവിടെ നമുക്ക് ഫോളോ ചെയ്യണം. പ്ലാന്റ് ലേഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, ആ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പറയുന്ന കാര്യങ്ങളെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് മിഡിൽ മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഈ മിഡിൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, ഈ കാര്യങ്ങൾ അതായത് മുകളിൽ നിന്ന് കിട്ടിയ ഇൻസ്ട്രക്ഷൻസിനെ അത് ഏത് രീതിയിൽ പ്രാക്ടിക്കലി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമുക്കത് പോസിബിൾ ആക്കാം എന്നുള്ളതിനെ പറ്റി ആലോചിച്ചിട്ട് അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് ബോട്ടം ലെവൽ മാനേജ്മെൻറ്റിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഓർഡർ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനെയാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ആ ഓരോ ആൾക്കാരെയും യൂട്ടിലൈസ് ചെയ്യാനുള്ള എബിലിറ്റി അതുണ്ടാവണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഓർഡർ ഉണ്ടായിരിക്കണം. ദെൻ സ്കേലാർ ചെയിൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ സെൻട്രലൈസേഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു ഹയറാർക്കി അവിടെ ഉണ്ടായിരിക്കണം. ഒരു ഹയറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു പ്ലാന്റ് ലേഔട്ട്, ടോപ്പ് മാനേജ്മെൻറ്റിലെ എത്ര മാനേജേഴ്സ്, അതുപോലെ തന്നെ മിഡിൽ മാനേജ്മെൻറ്റിലെ എൻജിനീയേഴ്സ്, സൂപ്പർവൈസേഴ്സ്, ഇതെല്ലാം അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ ഒരു സ്കേലാർ ചെയിൻ ഓരോ ഇൻഡസ്ട്രിക്കും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതുവഴി നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ആണല്ലോ. ഇപ്പോൾ ഡയറക്റ്റ്ലി വർക്കേഴ്സിൻ്റെ അടുത്ത് ടോപ്പ് മാനേജ്മെൻറ്റ് വരണം എന്ന് നിർബന്ധമില്ല എല്ലാ സമയത്തും. അപ്പോൾ അവർക്ക് പക്ഷേ വരാൻ പാടില്ല എന്നല്ല. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് എല്ലാ സമയത്തും അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. വർക്ക്മാനിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെങ്കിൽ അവർ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വർക്ക്മാൻ്റെ അടുത്തേക്ക് എപ്പോഴും വരണമെന്നില്ല.
അപ്പോൾ അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ സ്കെലാർ ചെയിൻ പ്രോപ്പറായിട്ട് അവിടെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലാണ്. ദെൻ ഓർഡർ, എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കോർഡിനേഷൻ വരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓർഗനൈസേഷനെ പറ്റി പറയുമ്പോൾ അവിടെ പല പല ഫാക്ടേഴ്സ്, പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ്, പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ അതിനെ സോർട്ട് ചെയ്യണം, കറക്റ്റായിട്ടുള്ള രീതിയിൽ അതിനെ ഓർഡറാക്കി പ്ലേസ് ചെയ്യണം. ഇതെല്ലാം മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയുടെ ഒരു ഭാഗമാണ്. അടുത്തത് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ വർക്ക്മെൻറ്റിനെയും മാനേജ്മെൻറ്റ് ഒരേ രീതിയിൽ കാണണം. അല്ലാതെ ഒരാളിനെ കൂടുതൽ അയാൾക്ക് ബെനിഫിറ്റ്സ് കൊടുക്കുക, അപ്പോൾ അങ്ങനെയുള്ള രീതിയല്ല. അയാളിപ്പോൾ എഫിഷ്യൻ്റ് ആണെങ്കിൽ അയാൾക്ക് കൊടുക്കാം. പക്ഷെ അതല്ലാത്ത പക്ഷം എന്താണ്, ഒരിക്കലും ഒരു പാർഷ്യാലിറ്റിയോ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോകാൻ പാടില്ല ഒരു എഫക്റ്റീവ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ. അപ്പോൾ അതാണ് ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്റ്റെബിലിറ്റിയാണ്. സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. അപ്പോൾ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ എന്താണ്, ജോബ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു തന്നെയാണ്. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ആൾക്കാരെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പിരിച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്, ടെർമിനേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? പുതിയതായിട്ട് വരുന്ന ഒരു എംപ്ലോയിക്ക് സ്വാഭാവികമായിട്ടൊരു ഫിയർ, ഏത് നിമിഷവും അയാൾ ടെർമിനേറ്റ് ചെയ്യപ്പെടാം എന്നുള്ള ഒരു പേടി അയാളിൽ വരാം. അപ്പോൾ അയാൾക്ക് എന്താ എഫിഷ്യൻ്റായിട്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ജോബ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ അവിടെ ഉണ്ട്. അപ്പോൾ ജോബ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതും എഫക്റ്റീവ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. അതാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഇനിഷ്യേഷനാണ്. ഇനിഷ്യേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതല്ല അവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് കൂടാതെ മിഡിൽ ആൻഡ് ബോട്ടം ലെവൽ മാനേജ്മെൻറ്റിനുണ്ട് അവർക്ക് പറയാനുള്ള അല്ലെങ്കിൽ അവരുടെ സജഷൻസ്, അവരുടെ ഒപ്പീനിയൻ ഇതൊക്കെ കേൾക്കാനും അത് നല്ലതാണെങ്കിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുമുള്ള ആ ഒരു എബിലിറ്റി മാനേജ്മെൻറ്റിന് ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ഇനിഷ്യേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയീസിന് ഒരു ഫ്രീഡം കൊടുക്കുക, എന്നാൽ മാത്രമേ അവർ എഫക്റ്റീവായിട്ട് അവർ വർക്ക് ചെയ്യുള്ളൂ. എഫിഷ്യൻ്റ് എന്നതിനേക്കാൾ എഫക്റ്റീവ് വർക്കിംഗ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് എന്ന് ഉദ്ദേശിച്ചത് ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നല്ല രീതിയിലുണ്ടെങ്കിൽ അവിടെ ഒരു വർക്കർ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എഫിഷ്യൻസി കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് വരും. ഇത് രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ടേമുകളാണ്. അപ്പോൾ അതാണ് ഇനിഷ്യേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എസ്പിരിറ്റ് ഡെക്കോപ്സ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സബോർഡിനേഷൻ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ കോർഡിനേഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ എന്തായിരിക്കണം, ഒരു നല്ല റിലേഷനിലായിരിക്കണം. നല്ല റിലേഷൻഷിപ്പ് അവർ തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺ ആണെങ്കിൽ കൂടി അവർക്ക് ചിലപ്പോൾ ഒരു 100% റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വർക്ക്മാനായിട്ട് അവർ ഒരിക്കലും ബിഹേവ് ചെയ്യില്ല. അപ്പോൾ അത് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് പറയുന്നത്, ഒരിക്കലും അവരെ ഒരു ശത്രുവായിട്ട് കാണാതെ അവരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് വേണം മാനേജ്മെൻറ്റ് എപ്പോഴും നിൽക്കാൻ. അപ്പോൾ അതാണ് ഈ ടീം സ്പിരിറ്റ് എന്നത് പറയുന്നത്. അപ്പോൾ ടീം സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ എന്ത് ആവശ്യത്തിനും അവരുണ്ട് എന്നുള്ളൊരു ഫീല് വന്നു കഴിഞ്ഞാൽ തന്നെ അവർ ഓൾറെഡി അവർ എഫിഷ്യൻസി അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഇനിയും കോൺട്രിബ്യൂഷൻസ് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് പല ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.